ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ചെമ്പരത്തി വെച്ചിട്ട് ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്പരത്തിയൊക്കെ ഒന്ന് പൊട്ടിക്കാൻ പോയിട്ടോ. അപ്പോൾ ചെമ്പരത്തിയൊക്കെ പൊട്ടിക്കാൻ പോയി വരുന്ന സമയത്ത് ഒരു വാർത്തേനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അതിനോടൊന്ന് കളിക്കാമെന്ന്, അപ്പോൾ തിരിച്ചൊന്ന് കളിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ അപ്പൂപ്പൻ്റാടിയൊക്കെ ഒന്ന് പറത്തി. പിന്നെ നമുക്ക് കിട്ടിയ ചെമ്പരത്തിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത്രയും ചെമ്പരത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അത് സമ്പന്നമായി വളരുന്ന ഒരു സിദ്ധ ഔഷധം കൂടിയാണ് കേട്ടോ ചെമ്പരത്തി. ചെമ്പരത്തിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. ചെമ്പരത്തിയുടെ അത്ര സൗന്ദര്യം വേറെ ഒരു ഫ്ലവറിനും ഇല്ല എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല കേട്ടോ. അപ്പോൾ ചെമ്പരത്തി കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ. നൈട്രജൻ, ഫോസ്ഫറസ്, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവയാൽ സമ്പുഷ്ടമാണ് കേട്ടോ ഈ ചുവന്ന സുന്ദരി ചെമ്പരത്തിയുടെ ഓരോ ഇതളും നമ്മൾ പറിച്ച് പ്ലേറ്റിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ നെറ്റിയൊക്കെ ഒന്ന് കളഞ്ഞ് ഓരോ ഇതളും ഇങ്ങനെ പറിച്ച് ഇടുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ. ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ നമുക്കൊരു ഔഷധമാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിനും ബ്ലഡ് വർദ്ധിക്കാനും പിന്നെ മുഖസൗന്ദര്യത്തിനും ഒക്കെ അത് നല്ലൊരു ഔഷധം കൂടിയാണ് കേട്ടോ ഈ ഫ്ലവർ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ അധികം ഞാൻ പറയണ്ടല്ലോ, ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ ഇതളുകൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറിച്ചെടുത്തു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഗ്യാസിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഗ്യാസിൽ ഒരു പാത്രം വെച്ച് ഒരു 3 ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കുന്നത്. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് ഒഴിച്ചു കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ ചെമ്പരത്തിയുടെ ഇതള് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നന്നായി അവിടെ തിളക്കട്ടെ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് താളിയായിട്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇതളുകൾ നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് താളിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അങ്ങനെ വെള്ളം തിളയ്ക്കണത് നോക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വെള്ളം തിളച്ച് കിട്ടിയിട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ ഇതളുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് അവിടെ കിടന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ. നമ്മുടെ ചെമ്പരത്തിയുടെ ഇതളിൻ്റെ കളറുകളൊക്കെ കണ്ടോ, അതൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലത്തെ കളറുകളൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം കംപ്ലീറ്റ് കളറും വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ ഇതളുകളുടെ കളർ വ്യത്യാസമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ഇറക്കി വെക്കാൻ. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും പനി പിടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഐസൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഐസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് ചൂടാറിയതിന് ശേഷം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവർക്കും അസുഖമൊക്കെ അല്ലേ. അപ്പോൾ ഇനി ഐസ് ചെയ്യാൻ വെച്ചിട്ടും ഐസൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇനി അസുഖം കൂട്ടണ്ടെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് അതിൻ്റെ കളറ് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്ന് കാണാൻ പറ്റുട്ടോ നമ്മുടെ ഇതളുകളൊക്കെ കളറൊക്കെ മാറി നമ്മുടെ ഇതളുകളത്തെ എല്ലാ കളറും വെള്ളത്തിലേക്ക് പിടിച്ചതായി ഒരു പരിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ആഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് തേൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാകത്തിനൊക്കെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കുടിച്ച മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നാരങ്ങയുടെ ടേസ്റ്റും ചെമ്പരത്തിയുടെ ടേസ്റ്റും ഒക്കെ കൂടി ആയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് കുടിക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു നാരങ്ങയൊക്കെ ഒന്ന് കഴുകി വെക്കാം. അങ്ങനെ നാരങ്ങയൊക്കെ ഒന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം നമുക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. പിന്നെ നമ്മുടെ ഗ്ലാസ്സിൽ നമ്മൾ ജ്യൂസ് ഒഴിക്കുമ്പോൾ കുറച്ചൊരു ഡെക്കറേഷനൊക്കെ വേണ്ടേ. അപ്പം ഞാൻ അതിനും വേണ്ടിയിട്ട് കുറച്ചും കൂടി നാരങ്ങ ഒന്ന് സ്ലൈഡായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മുടെ നാരങ്ങ നമ്മൾ ആ ജ്യൂസിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ വാട്ടർ നല്ല ഡാർക്ക് കളറിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം നാരങ്ങ നമ്മൾ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് കളറായി മാറും കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ തിളച്ച വാട്ടർ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. നല്ല
നല്ലൊരു ഭംഗിയുള്ള ഒരു കളറും കൂടി ആയി മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ അതിൻ്റെ മാറ്റം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടോ നല്ലൊരു പ്രത്യേക കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കത് ഗ്ലാസ്സിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കണ്ടോ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും. കുടിച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്കത് വേണമെന്ന് തോന്നും കേട്ടോ. അങ്ങനെ ഒരു വാട്ടറും കൂടിയാണ് കേട്ടോ ചെമ്പരത്തി ജ്യൂസ്. ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടിച്ചാൽ നമുക്ക് നല്ലൊരു മാറ്റങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ഒക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗ്ലാസ് എടുത്തു, ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ നമ്മുടെ ചെമ്പരത്തി ജ്യൂസ്. അങ്ങനെ ഇതാ കണ്ടോ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. കണ്ടോ എനിക്കിത് കണ്ടിട്ട് നല്ല ഭംഗി തോന്നുന്നു, നല്ല കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മൂത്ത മോൾക്ക് കൊടുക്കാമെന്ന്. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ, അപ്പോൾ അവരെന്താ പറയാന്ന് നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ആ ജ്യൂസ് മോളെ വിളിച്ചിട്ട് ഇന്ന് മോൾക്ക് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോൾക്ക് കൊടുത്തു, മോള് കുടിച്ചു കേട്ടോ. അങ്ങനെ മോള് കുടിക്കുകയാണ്. അപ്പം മോള് പറയുന്നുണ്ട് കുടിച്ചപ്പോൾ തന്നെ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മോളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ നിർത്താതെ കുടിക്കുക, സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ചെറിയ മോൾ അത് കണ്ടപ്പോൾ ചെറിയ മോൾ എനിക്കും വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം വലിയ മോൾ ചെറിയ മോൾക്കൊന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയ മോൾക്കാണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ജ്യൂസ്. ചെറിയ മോൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഒറ്റ ജ്യൂസൊന്നും അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. മോൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെയും ചോദിച്ചു വാങ്ങാം കേട്ടോ. അപ്പോൾ ചെറിയ മോളോട് ചോദിച്ച് ജ്യൂസ് എങ്ങനെയുണ്ട്, സൂപ്പറാണോ ചോദിച്ചിട്ടോ. അപ്പോൾ ചെറിയ മോള് പറയുന്നുണ്ട് ഓക്കെ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം. അപ്പോൾ അവളുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.